ഹായ് ഹലോ. അതെ, നമുക്കിന്നൊരു ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കിയാലോ? ഭയങ്കര ടേസ്റ്റി ആയിട്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നാലും നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 250 ഗ്രാം ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും ചേർത്ത് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെക്കുക, വെള്ളം ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് നമുക്ക് നമ്മളുടെ ചോക്ലേറ്റ് ബട്ടർ ഇരുന്ന പാത്രം വെച്ചിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കിനും വെള്ളം ചൂടാവുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ചോക്ലേറ്റും ബട്ടറും നന്നായിട്ട് അലിഞ്ഞ് നമുക്ക് നല്ലൊരു സിറപ്പ് പോലെ കിട്ടും കേട്ടോ. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് 3 മുട്ട, കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ വനില എസൻസും കൂടെ ഒഴിച്ചു വെക്കാം. ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യണം. ആ ഷുഗർ പക്ഷേ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗർ മിക്സിൻ്റെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഈ മുട്ടയും വനില എസൻസും എന്നില്ലേ അതിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഷുഗർ. അപ്പോൾ നമുക്ക് ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു തരിതരിപ്പൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഈ ഒരു ബാറ്റർ കേട്ടോ. ഇതേപോലെ 2-3 മിനിറ്റ് മതി ബീറ്റർ ആകുമ്പോൾ. വിസ്ക് ആകുമ്പോൾ ഇത്തിരി സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് സിറപ്പും ബട്ടറും ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യമേ ചെയ്ത് വെച്ചാൽ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് തണുത്ത് കിട്ടും. അതാണ് ആദ്യമേ നമ്മൾ അതുണ്ടാക്കി വെക്കുന്ന കേട്ടോ. വലിയ ചൂടോടെ, ചെറിയ ചൂട് കുഴപ്പമില്ല, വലിയ ചൂടോടെ ഇട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കറക്റ്റായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദ, പിന്നെ 2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂട്ട് നമ്മൾ അരിച്ച് വേണം, ഡയറക്റ്റ് ഇടരുത്, അരിച്ച് വേണം അതിനകത്തോട്ട് ഇടാനായിട്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്പാച്ചുല വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയാവില്ല, എന്നാൽ നല്ല ലൂസും അല്ല, ഇതേപോലെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതൊരു ബേക്കിംഗ് പാൻ ഉണ്ടാവുമല്ലോ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് പാൻ എൻ്റെ കയ്യിൽ റൗണ്ട് ഷേപ്പാണ്. അപ്പം അത് ബട്ടർ പേപ്പറൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് നമ്മളുടെ ഈ ബാറ്റർ ഫുൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ടൂത്ത് പിക്കോ അതേപോലെ നീളമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ അതിനകത്തുള്ള ഉള്ള എയർ ബബിൾസ് കൂടെ പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല രീതിയിൽ ബേക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് നമുക്ക് അവനിലോട്ട് വെക്കാം. അവൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രീ ഹീറ്റ് ചെയ്യണം. 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ വെച്ചേക്കുന്നത്. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊരു 30 തൊട്ട് 40 മിനിറ്റ് വരെയാണ് വെച്ചേക്കുന്നത്. ടൈം കറക്റ്റ് ആയപ്പോഴത്തേക്കും എൻ്റെ ബ്രൗണി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം കട്ട് ചെയ്യുന്നത് കണ്ടോ, നല്ല രീതിയിൽ കത്തിയിറങ്ങി പോകുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്കിത് ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോയ്ക്കും ജോജുനും ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണി എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ടും എക്സൈറ്റാണ് നോയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ ജോജും രണ്ടുപേരും തണുക്കാനുള്ള സാവകാശം തരില്ല. ഉണ്ടാക്കിയത് എപ്പോഴാണ് കട്ട് ചെയ്യുക എന്ന് വെച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പക്ഷേ അതിനകത്ത് ചോക്ലേറ്റ് സിറപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബ്രൗണി ഒറ്റയ്ക്ക് കഴിക്കുന്നതല്ല നല്ലത്. ഇതേപോലെ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ കസ്റ്റാർഡ് സോസോ ഒക്കെ വെച്ചിട്ട് കഴിക്കാൻ അമേസിങ് ടേസ്റ്റാണ്. അപ്പം ചോക്ലേറ്റ് ലവേഴ്സ് അല്ലെങ്കിൽ ബ്രൗണി ലവേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ബ്രൗണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. നമ്മൾ പുറത്ത് പോയി വാങ്ങുന്നതിനേക്കാട്ടിലും എത്രയോ മച്ച് ബെറ്റർ ആണെന്നറിയാമോ നമ്മൾ വീട്ടിലുണ്ടാക്കി ഇങ്ങനെ കഴിക്കുന്നത്. നമ്മളെല്ലാവർക്കും നമുക്ക് കൊടുക്കാനും പറ്റും, നമുക്ക് ആസ്വദിച്ച് കഴിക്കാനും പറ്റും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്